ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേട്ടറ്റ് എക്സാമിന് ഈ പ്രാവശ്യം നമ്മൾ സെക്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ താമസിച്ചു. എനിവേസ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന PYQs ആയിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ് 9 ചെറിയൊരു സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കേട്ടറ്റിൻ്റെ PYQs ആണ് എക്സാം വരെ. അപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നോർത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈക്കോളജിയും ഹിന്ദിയും ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ PYQs ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, അതായത് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹിന്ദിയുടെയും സൈക്കോളജിയുടെയും ഇതിപ്പോൾ നമുക്കറിയാം, ഇനി ഏകദേശം ഒരു 46 ദിവസം കൂടിയാണ് കേട്ടറ്റ് എക്സാമിനുള്ളത്. അതായത് ജനുവരി 18, 19 തീയതികളിലാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ സൈക്കോളജിയിൽ ബന്ധപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ ഒന്നാമത്തേതാണ്, വിച്ച് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ്സ് ബ്രെയിലി സിസ്റ്റം ഫോർ ദെയർ ലേണിങ്? ഓക്കെ, ഏത് രീതിയിലുള്ള, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ബ്രെയിലി സിസ്റ്റം ഫോർ ദെയർ ലേണിങ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് ബ്രെയിലി സിസ്റ്റം യൂസ് ചെയ്യുന്നത് പഠനത്തിനായിട്ട്? ഹിയറിംഗ് ഇമ്പയർഡ്, വിഷ്വലി ഇമ്പയർഡ്, ലേണിംഗ് ഡിസേബിൾഡ്, മെൻ്റലി റിട്ടാർഡഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കേട്ടറ്റിന് ഓപ്ഷൻ വൈസ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് എന്താണ് ബ്രെയിലി സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ് വിഷ്വലി ഇമ്പയർഡ് അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയാണ് ബ്രെയിലി സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്, അവരുടെ പഠനത്തിനൊക്കെ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വിഷ്വലി ഇമ്പയർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Who emphasized the biological basic of language acquisition? ഓക്കെ, ഭാഷാർജ്ജനം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ചത് ആരാണ്? Who emphasized the biological basic of language acquisition? നോം ചോംസ്കി, BF സ്കിന്നർ, എറിക് എറിക്സൺ, ഇവാൻ പാവ്ലോവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ, അതിനകത്ത് ആൻസറും കൂടി വന്നു. സോ എനിവേസ് ആൻസർ എന്ന് പറയുന്നത് നോം ചോംസ്കി ആണ്. അദ്ദേഹമാണ് ഭാഷാർജ്ജനം അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ചുള്ളൊരു അവധാരണ അവതരിപ്പിച്ചത് നോം ചോംസ്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു പാർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാമറും ലാംഗ്വേജ് അക്വിസിഷനും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നോം ചോംസ്കി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ നോട്ട് നിലവിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ വാട്സാപ്പ് ചാനലുണ്ട്, അതിലും കൂടി ഈ നോട്ട് PDF ആയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മൾട്ടി സെൻസറി അപ്രോച്ച് വിൽ ബി മോസ്റ്റ്ലി സ്യൂട്ടബിൾ ടു വിഷ്വലി ഇമ്പയർഡ്, ഹിയറിംഗ് ഇമ്പയർഡ്, ലേണിംഗ് ഡിസേബിൾഡ് ആൻഡ് മെൻ്റലി ചലഞ്ചഡ്. മൾട്ടി സെൻസറി അപ്രോച്ച് എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്? ഓക്കെ, വിഷ്വലി ഇമ്പയർഡ്, ഹിയറിംഗ് ഇമ്പയർഡ്, ലേണിംഗ് ഡിസേബിൾഡ്, മെൻ്റലി ചലഞ്ചഡ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആൻസർ വരുന്നത് C ആണ്, ലേണിംഗ് ഡിസേബിൾഡ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു മൾട്ടി സെൻസറി അപ്രോച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മീൻസ് മൾട്ടി സെൻസറി ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് പഠനം കുറച്ചുകൂടി രസകരമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ലേണിംഗ് ഡിസേബിൾഡ് ആയവർക്കാണ്. ഓക്കെ, പഠന വൈകല്യങ്ങൾ നേരിടുന്നവർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ടേം ഡിസ്ലെക്സിയ മീൻസ്. ഡിസ്ലെക്സിയ എന്നതിൻ്റെ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു ഡിസബിലിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ റീഡിംഗ് ഡിസബിലിറ്റി, റൈറ്റിംഗ് ഡിസബിലിറ്റി, അരിത്തമെറ്റിക് ഡിസബിലിറ്റി, മോട്ടോർ ഡിസബിലിറ്റി. 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്, റീഡിംഗ് ഡിസബിലിറ്റി. ഓക്കെ, ഡിസ്ലെക്സിയ എന്നത് സൂചിപ്പിക്കുന്നത് ഒരു റീഡിംഗ് ഡിസബിലിറ്റീനെയാണ്. ഓക്കെ, റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണിത്, ഡിസ്ലെക്സിയ. ഓക്കെ, അപ്പോൾ അതുപോലെ ഡിസ്ഗ്രാഫി ഉണ്ട്, ഡിസ്കാൽക്കുലി ഉണ്ട്. അപ്പോൾ അത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നോക്കി ഡിസ്ലെക്സിയ ആയിരുന്നു, അത് റീഡിംഗ് ഡിസബിലിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ഡിറ്റർമൈനിങ് ഫാക്ടർ ഇൻ മെച്യൂറേഷൻ? പക്വത, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ എ ഹെറിഡിറ്റി, ബി ഫാമിലി എൻവയോൺമെൻറ്റ്, സി റിലീജിയൻ, ഡി കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇതിൽ എന്താണ് മെച്ചുറേഷൻ അല്ലെങ്കിൽ പക്വതയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഹെറിഡിറ്റി ആണ്. ഓക്കെ, ഹെറിഡിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നോട്ട് ചെയ്യാൻ ടെലഗ്രാമിലും വാട്സാപ്പ് ചാനലിലൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി നോക്കാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിയെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മളെന്താണ് ബ്രെയിലി സിസ്റ്റത്തെക്കുറിച്ചായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതെന്താണ് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ലേണിംഗ് ടെക്നിക്കാണത്. രണ്ടാമത്തേതാണ് ലാംഗ്വേജ് അക്വിസിഷൻ, അത് നോം ചോംസ്കി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തേതാണ് മൾട്ടി സെൻസറി അപ്രോച്ച്, അത് ഒരു ലേണിംഗ് ഡിസേബിലിറ്റി, അതിൽ ആ ഒരു അവസ്ഥയിൽ അത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് മൾട്ടി സെൻസറി അപ്രോച്ച്. നെക്സ്റ്റ് ഡിസ്ലെക്സിയ, അത് റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഓക്കെ, അതുപോലെ തന്നെ മെച്ചുറേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഹെറിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിരിക്കുക. പിന്നെ എന്താണ് ഞാൻ ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് ഓർത്താണ് ഇരുന്നത്, പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് മാറ്റിയപ്പം ആൻസർ കൂടി വന്നു. ഓക്കെ, സോ എനിവേസ് ഈ ക്വസ്റ്റിനും ആൻസറുള്ള ഈ PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനിയൊരു 46 ദിവസം കൂടിയാണ് നമ്മുടെ എക്സാമിനുള്ളത്. അപ്പോൾ ടോപ്പിക് വൈസ് ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദിയുടെ നമ്മൾ ഓൾറെഡി കുറേ ടോപ്പിക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം PYQസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, കാരണം നമ്മൾ PYQs ചെയ്യുന്ന കുറവാണ്. അപ്പോൾ ആ രീതിയിൽ അത് നമുക്ക് ഫോളോ ചെയ്യാമെന്നോർത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക്ക് के लिए ओके बाय.